ഷിബി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CBSE ക്ലാസ് 10ന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നോക്കുകയാണ്. എല്ലാ പാഠങ്ങളും CBSEയുടെ ചാപ്റ്റേഴ്സ് എല്ലാം നേരത്തെ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 7 ചാപ്റ്റർ ആണല്ലോ കേരള പാഠാവലിയിൽ നിന്ന്, അടിസ്ഥാന പാഠാവലിയിൽ നിന്നും ഉള്ളത്. ലക്ഷ്മണ സാന്ത്വനം, പ്രിയദർശനം, ഓണമുറ്റത്ത്, കടൽ തീരത്ത്, യുദ്ധത്തിന്റെ പരിണാമം, പണയം, അമ്മത്തൊട്ടിൽ, ഇത്രയും 7 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ മൊത്തം 80 മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് CBSEയുടെ 10ന്. അതിൽ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 3 മണിക്കൂറാണ്. അപ്പൊ ചോദ്യ പേപ്പർ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. A വിഭാഗത്തിൽ 4 ചോദ്യങ്ങൾ, ആകെ 9 ചോദ്യങ്ങളാണ് വരുന്നത്. A വിഭാഗത്തിൽ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ വിഭാഗത്തിൽ B വിഭാഗത്തിലാണ് 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് A വിഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ A വിഭാഗം ഏറ്റവും നമുക്ക് മാർക്ക് നേടാൻ എളുപ്പമായ ഒരു ചോദ്യമാണ്. പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവധാരണ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ പാരഗ്രാഫ് വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ശേഷി മലയാളം വായിക്കാനുള്ള കഴിവാണ്. അപ്പൊ നന്നായി വായിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു പാരഗ്രാഫ് വളരെ വേഗം നന്നായി വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കിയതിന് ശേഷം അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ഈ ചോദ്യങ്ങൾ മുകളിൽ പാരഗ്രാഫിനുള്ളിൽ ഉത്തരവും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തി എഴുതാൻ സാധിക്കും. അപ്പൊ വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്തി എഴുതാൻ പറ്റുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതൊരു 8 മാർക്ക് ചോദ്യമാണ്. 8 മാർക്കിന് ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു. ഒന്നിലധികം പാരഗ്രാഫുകളുണ്ട്. അതിൻ്റെ താഴെ തന്നെ ചോദ്യങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ചോദ്യവും അത് തന്നെയാണ്, ആ രീതിയിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. അതായത് അതിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് 7 മാർക്കാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതം 7 മാർക്കാണ് അതിന് കിട്ടുന്നത്. ഇനി വരുന്ന മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. തന്നിരിക്കുന്ന 10 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ശരി ഉത്തരങ്ങൾ ഏതെങ്കിലും 10 ചോദ്യം തരും. 7 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 7 എണ്ണത്തിന് ഓരോ മാർക്ക് വീതമാണ്. അപ്പൊ ഇതിൽ ചോദ്യങ്ങൾ ഞാൻ വായിച്ചു പോകാം. ശവം എന്ന പദത്തിന്റെ പര്യായ പദം തന്നിരിക്കുന്ന ഏതാണ്? താഴെ കൊടുത്തിരിക്കുക. പിണമുണ്ട്, ഓതമുണ്ട്, കേദാരമുണ്ട്, യാനമുണ്ട്. അപ്പൊ ഇതിൽ പിണം എന്ന വാക്കാണ് ശവം എന്ന വാക്കിന് പകരം വരുന്നത്. ഓതം ഈർപ്പം എന്നാണ് അർത്ഥം. കേദാരം ഇരിപ്പിടം എന്നാണ്. യാനം യാത്ര. അപ്പൊ യാനമല്ല, കേദാരമല്ല, ഓതം എന്നുമല്ലത്, പിണം എന്നുള്ളതാണ് ശരി. രണ്ടാമത്തെ ചോദ്യം അതില് പാന്തൻ എന്ന പദത്തിന്റെ എതിർലിംഗ പദം പാന്ത എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം സുഹൃതം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം. സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ്. അതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. തൂമ സീമ, ഇങ്ങനെ 2 പദങ്ങൾ. അവയുടെ അർത്ഥം താഴെ ഏത് ഗ്രൂപ്പാണെന്ന് പറയുന്നുണ്ട്. തൂമ എന്നുള്ളത് ഭംഗി, സീമ എന്നുള്ളത് അതിര്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭംഗി അതിര് എന്നുള്ളതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നരാധമൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? നരന്മാരിൽ അധമൻ എന്നുള്ളതാണ് ശരിയായ വിഗ്രഹ രൂപം. മൂലം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥമല്ലാത്തത് ഇവയിൽ ഏതാണ്? മൂലം എന്നുള്ളത് വേര് എന്നുള്ളത് അർത്ഥമാണ്. കാരണം എന്നുള്ളത് അർത്ഥമാണ്. ഒരു നക്ഷത്രം എന്നുള്ളതും മൂലത്തിന്റെ നാനാർത്ഥമായിട്ട് വരുന്നതാണ്. മോക്ഷമാണ് നാനാർത്ഥമല്ലാതെ വരുന്നത്. സാധിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം. സാധിക്കാൻ കഴിയാത്തത് അസാധ്യം എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യം പറഞ്ഞില്ലേ ഒരു ചോദ്യം, മൂലം എന്നുള്ള പദത്തിന്റെ നാനാർത്ഥം ഏതെന്നല്ല ചോദിച്ചു, നാനാർത്ഥം അല്ലാത്തത് ഏത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. കയ്യിൽ എന്ന പദത്തിന്റെ ശരിയായ പിരിച്ചെഴുത്ത് ഏത്? കൈ അധികം ഇൽ എന്നുള്ളതാണ് ശരിയായ പിരിച്ചെഴുത്ത്. കൈ അധികം ഇൽ അവിടെ ചേർത്ത് എഴുതുമ്പോൾ ഒരു യകാരം ആഗമം, അങ്ങനെ കയ്യിൽ എന്ന് വരുന്നു. ശിഥിലം എന്നതിന്റെ വിപരീത പദം ഏത്? ശിഥിലം എന്നുള്ളത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതെന്നാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വിപരീത പദം ദൃഢം എന്നുള്ളത്, ഉറപ്പുള്ളത് എന്നർത്ഥം. തന്നിരിക്കുന്നതിൽ ശരിയായ പദം കണ്ടെത്തി എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. അതിൽ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അതിനകത്ത് ശരിയായ പദത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ പരിഗ്രസ്ഥം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. പരിഗ്രസ്തം എന്നുള്ളത് കാലാഹിന പരിഗ്രസ്തമാം ലോകവും എന്നുള്ളതിലുള്ള ആ പരിഗ്രസ്തം. അപ്പൊ ഇങ്ങനെ കാവ്യഭാഗങ്ങളിലെ ഇങ്ങനെയുള്ള വാക്കുകൾ
ശരിയായ പദം തിരഞ്ഞെടുക്കുന്നതിൽ ചോദിക്കുക. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 9 ഉത്തരം എഴുതണം. 2 മാർക്ക് വീതമാണ്. അപ്പോൾ 9 × 2 18 മാർക്കാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠത്തിന് ചേരാത്ത ഒരു പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബുധജനം ക്രോധം ഉപേക്ഷിക്കണം, അത് ചേരുന്നതാണ്. ലക്ഷ്മണൻ അനുജന് നൽകുന്ന ഉപദേശമാണിത്, അത് ചേരുന്നതാണോ? അല്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികൾ ശരിയാണ്. മർത്യജന്മം ക്ഷണഭങ്കുരമാണ്, അതും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ശരിയല്ലാത്തത് ലക്ഷ്മണൻ അനുജന് നൽകുന്ന ഉപദേശമാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഈ 2ാമത്തെ ഒരു ചോദ്യം, ഈ പാഠഭാഗത്ത് സംസാരനാശിനിയായി കൽപ്പിക്കുന്നത് എന്ത്? സംസാരനാശിനി ആയിട്ട് കൽപ്പിക്കുന്നത് സംസാരനാശിനി ഈ ലോകത്തോടുള്ള ഇഷ്ടത്തെ ഇല്ലാതാക്കുന്നവർ. ഇവിടെ വിദ്യയാണ് ഉത്തരം. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പരുക്കനെ ഇങ്ങനെ പറഞ്ഞതാര്? ചെമ്പുമത്തായിയാണോ, പാറാവുകാരനാണോ, യാത്രക്കാരിൽ ഒരാളാണോ, ചാക്കുണ്ണിയാണോ? പാറാവുകാരൻ. അടുത്ത ചോദ്യം, അയാൾ എവിടെയാണ് പുലർച്ചയ്ക്ക് തന്നെ എത്തിയത്? എവിടെ എത്തി? ഇത് കടൽ തീരത്ത് നിന്നുള്ള ഇതിനകത്തുള്ളതാണ്. രാവിലെ എത്തിയത് അയാൾ ജയിലിലാണ്. വിവേകികൾ ജീവിതം ധന്യമാക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. അന്യജീവന് ഉതകിക്കൊണ്ടാണ് വിവേകികൾ ജന്മം സഫലമാക്കുന്നത്. ഇത് നളിനിയിലെ ദിവാകരൻ പറയുന്ന വരികളാണ്. നളിനി എന്ന കൃതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നൊരു ചോദ്യമുണ്ട്. നളിനി ഒരു ഖണ്ഡകാവ്യമാണ്, അത് ശരിയാണ്. ഇതിലെ നായകൻ ദിവാകരനാണ്, അതും ശരിയാണ്. കുമാരനാശാന്റെ മഹാകാവ്യമാണ് ഇതെന്ന് പറയുന്നത്, അതാണ് ശരിയല്ലാത്തത്. ഇത് കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ്. ഇതിന്റെ കാവ്യ സന്ദർഭം ഹിമാലയ സാനുവിലാണ്, അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയല്ലാത്തത് കുമാരനാശാന്റെ മഹാകാവ്യമാണ് എന്നുള്ളതാണ്. ആ കുന്തം ഇവിടെ ഇരിക്കണതാ നിനക്ക് നല്ലത്. ഇവിടെ കുന്തം എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? ഇത് പണയത്തിലേതാണ്, റേഡിയോയാണ്. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ചെമ്പുമത്തായിയാണ് ഇപ്രകാരം പറഞ്ഞത്. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്ന് ഭവിക്കുന്നത് ഓർക്ക നീ. അത് ആരോട് പറഞ്ഞതാണ്? ദോഷങ്ങളൊക്കെ ദേഹാഭിമാനം കൊണ്ടാണ് വന്ന് ഭവിക്കുന്നതെന്ന് പറഞ്ഞത് ശ്രീരാമൻ ലക്ഷ്മണനോടാണ് പറഞ്ഞത്. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ്. ഇതെല്ലാം ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്തുനിന്ന് കൃത്യമായ ഉത്തരം കണ്ടെടുത്ത് എഴുതണം. അന്നത്തെ സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലെ ഒന്ന് മനസ്സിലൂടെ കടന്നുപോയി. ഇത് അമ്മത്തൊട്ടിലെ വരിയാണ്. ആർക്കാണ് സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ അനുഭവപ്പെട്ടത്? മകന്. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന് സൂചിപ്പിക്കുന്നത് ആരുടെ കണ്ണുകളെ? അമ്മയുടെ കണ്ണുകളെ. വെള്ളിത്താലം എടുത്ത് നിരന്ന് ലസിപ്പു നെയ്യാമ്പലുകൾ. ഇപ്പൊ വെള്ളിത്താലവും എടുത്ത് എങ്ങനെയുള്ള വെള്ളിത്താലവുമായാണ് നെയ്യാമ്പലുകൾ കാത്തു നിൽക്കുന്നത്? എങ്ങനെയുള്ള വെള്ളിത്താലം? പൊൽക്കിഴി എരിയുന്ന വെള്ളിത്താലവും എടുത്ത്, അതായത് ആമ്പലുകളുടെ രൂപമാണ്. അതായത് നടുവിൽ അതിന്റെ കേസരങ്ങൾ പൊൽക്കിഴി പോലെയാണ് കാണപ്പെടുന്നത്, സ്വർണ്ണക്കിഴി പോലെയാണ് കാണപ്പെടുന്നത്. ഈ വരികൾ ഏത് കൃതിയിലുള്ളതാണ്? ഈ പൊൽക്കിഴി എരിയും എന്നുള്ളത് ഏത് വരിയിലുള്ളതാണ്? ഈ വരികൾ ഏത് കൃതിയിലെന്ന് ചോദിച്ചിട്ട് കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്, പാഠഭാഗമല്ല. വിടയിൽ നിന്നാണ്, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിട എന്ന കാവ്യ സമാഹാരത്തിൽ നിന്നാണ് ഈ ഓണമുറ്റത്ത് എന്നുള്ള കവിത എടുത്തിരിക്കുന്നത്. അപ്പൊ വിടയാണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കവിതകളുടെയും കൃതി ഏതാണെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ താഴെ, ആ പാഠഭാഗത്തിന്റെ താഴെ കൊടുത്തിട്ടുള്ള ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്തായാലും അത് പഠിക്കുമല്ലോ, അപ്പൊ അത് ഓർത്തു വെച്ചാൽ മതി. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ അനുഭവം എവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്? അയാള് കണ്ണൂരിലേക്കുള്ള വണ്ടിക്കായി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴാണ് അപരിചിതരുടെ സ്വരങ്ങൾ അയാളുടെ കഴുത്തിന് ചുറ്റും വരിഞ്ഞു മുറുക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത്. യാത്രയിലുടനീളം ഒരു കഥാപാത്രത്തെ പോലെ വെള്ളായപ്പന്റെ കൂടെ ഉള്ളതെന്ത്? കരിമ്പനയാണോ, കാറ്റാണോ, പണമാണോ, പൊതിച്ചോറാണോ? നമുക്കറിയാലോ, കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ പൊതിച്ചോറാണ് അയാളോടൊപ്പം ഉള്ളത്. അടുത്തൊരു ചോദ്യം, ഞാൻ യജ്ഞം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു, ആർക്കൊള്ളു എന്റേതിനേക്കാൾ നല്ല അവസാനം. ഈ വരികൾ ഏത് ഇതിഹാസത്തെ ആധാരമാക്കി എഴുതിയതാണ്? മഹാഭാരതമാണോ, രാമായണമാണോ? ഏതാണ്? മഹാഭാരതത്തിൽ നിന്നുള്ള വരികളാണ്. ആര് പറഞ്ഞതാണെന്ന് അറിയാലോ. മഹാഭാരതത്തില് യുദ്ധത്തിന് വരണമെന്ന പാഠത്തിലാണ് ഈ ഭാഗം ഉള്ളത്. കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്ന പാഠത്തിനകത്തുള്ളതാണ്. ഇത് മഹാഭാരതത്തിനകത്തു നിന്നുള്ള സന്ദർഭമാണ്. പറഞ്ഞത് ദുര്യോധനാണ്. ഈ വരികളിൽ തെളിയുന്ന ഭാവം സ്വാഭിമാനമാണ്. അതായത് അയാൾക്ക് അയാളോട് തന്നെയുള്ള ഒരു അഭിമാനം. 3 പതിറ്റാണ്ടായി നൂല് കോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾ.
ഈ പ്രസ്താവനയിൽ നിന്നുള്ള സൂചന ചാക്കുണ്ണിയുടെ പ്രായമാണോ, ചാക്കുണ്ണിയുടെ രോഗാവസ്ഥയാണോ, ദയനീയതയാണോ, അയാളുടെ ദൈന്യതയാണോ, ചാക്കുണ്ണിയുടെ അശ്രദ്ധയാണോ? 3 പതിറ്റാണ്ടായി നൂലുകോർത്ത്, 3 പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ 30 വർഷം, 30 വർഷങ്ങളെ നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകളെന്ന് പറയുന്ന അയാളുടെ ദൈന്യതയെ സൂചിപ്പിക്കുന്നതാണ്. റേഡിയോ പണയം വെച്ചപ്പോൾ ചാക്കുണ്ണിക്ക് എത്ര രൂപയാണ് ലഭിച്ചത്? 50 ഉറുപ്പിക അല്ലേ? അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇത്രയായപ്പോൾ നമ്മുടെ എ വിഭാഗം ചോദ്യങ്ങൾ തീർന്ന് ഇനി നമ്മൾ ബി വിഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇതിനകത്തെ ആദ്യ ചോദ്യം അങ്കവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിച്ച് എഴുതുക. അങ്കിവാക്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ സെന്റൻസ് ആയിട്ട് വരുന്നത്. അങ്കവാക്യം അപൂർണവാക്യമാണ്. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേന്ന് നിലവിളി കൂട്ടി. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ എന്നുള്ളത് അങ്കവാക്യവും, സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേന്ന് നിലവിളി കൂട്ടി എന്നുള്ളത് അങ്കിവാക്യവുമാണ്. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായ ഒരു പാട്ടിന് വേണ്ടി കാതോർത്തു. അതിലെ പ്രധാന വാക്യമായിട്ട് പൂർണ്ണവാക്യമായിട്ട് വരുന്നത് അയാൾ അജ്ഞാതമായ ഒരു പാട്ടിന് വേണ്ടി കാതോർത്തു. അത് അങ്കിവാക്യം. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം എന്നുള്ളത് അങ്കവാക്യവുമാണ്. അടുത്ത ഒരു സെന്റൻസ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കും. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ നാശമില്ലാത്ത ലോകങ്ങൾ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. നാശമില്ലാത്ത ലോകങ്ങൾ തന്നെയാണ് അക്ഷയലോകങ്ങൾ, ഏതെങ്കിലും ഒന്ന് മതി. ആറാട്ടുകുന്നിൽ റേഡിയോ പേടിക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഭയക്കുന്ന, പേടിക്കുന്ന സെയിം മീനിങ് ആണ്, ഏതെങ്കിലും ഒന്ന് മതി. അങ്ങനെയാണ് അതിനെ കറക്റ്റ് ചെയ്ത് എഴുതേണ്ടത്. പ്രയോഗം മാറ്റുക. ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു. ആളുകൾ മേശകൾക്ക് പിന്നിൽ സ്ഥലം പിടിക്കപ്പെട്ടു. അളവുകൾ തെറ്റിച്ച അയാൾ ഉടുപ്പുകൾ തുന്നി. അളവുകൾ തെറ്റിച്ച അയാളാൽ ഉടുപ്പുകൾ തുന്നപ്പെട്ടു എന്നാണ് ആ സെന്റൻസ് എഴുതേണ്ടത്. ഇനി ഏതെങ്കിലും രണ്ടെണ്ണം ആശയം വിശദമാക്കുന്ന രീതിയിൽ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ നിറവേറ്റുക, മോഹാലസ്യപ്പെടുക, ഉത്തരവിടുക എന്നൊക്കെയുള്ള പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇതൊക്കെ മാർക്ക് പെട്ടെന്ന് നേടാവുന്ന ചോദ്യങ്ങളാണ്. ഇനിയുള്ള ഒരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾ കുറേ ഉപന്യാസങ്ങൾ വായിച്ചു വെക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ യുദ്ധം വരുത്തി വെക്കുന്ന വിപത്ത്, ഇത് നിങ്ങൾക്ക് ഈ വർഷവും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം യുദ്ധമാണല്ലോ ഇപ്പൊ സമകാലീനമായ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് യുദ്ധം വരുത്തി വെക്കുന്ന വിനാശം അല്ലെങ്കിൽ യുദ്ധം കാരണം ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതൊന്ന് വായിച്ചു വെച്ചേക്കുക. മിക്കവാറും 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. ഇനി ഇതിനകത്ത് ബി വിഭാഗത്തിൽ ഒരു ചോദ്യം വരുന്നത്, തെരുവ് നായയുടെ ശല്യം രൂക്ഷമാകുന്നു. അപ്പൊ ഇതിനൊരു നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്തെഴുതുക. അടുത്ത ചോദ്യം, ഒട്ടേറെ പരിമിതികൾ മറികടന്ന് 1ാം റാങ്ക് നേടിയ IAS 1ാം റാങ്ക് നേടിയ നാട്ടുകാരന് ആദരവ് നൽകി. അതിനൊരു പത്രവാർത്ത. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഹെഡിങ് വേണം, സ്ഥലം വേണം, പാരഗ്രാഫ് തിരിച്ച് എഴുതണം. പിന്നെ കത്തിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കത്തിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് മാത്രം, 3 ചോദ്യം കൊടുത്തിട്ടുണ്ട്, 2 എഴുതിയാൽ മതി. 3 മാർക്ക് വീതമാണ്. ആ ഹൃദയോന്നതിക്ക് മുന്നിൽ, ആഭിജാത്യത്തിന് മുന്നിൽ കണ്ണുനീർ തൂകാതിരിക്കാൻ ആർക്ക് സാധിക്കും? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അത് ദുര്യോധനൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ അമ്മയെയും അച്ഛനെയും ഭാര്യയെ സഹോദരിയെ ഓർത്ത് കരയുന്നുണ്ടല്ലോ. ആ ഹൃദയ ഉന്നതിക്ക് മുമ്പിൽ, ആ ഹൃദയത്തിന്റെ ഉയർച്ചയ്ക്ക് മുന്നിൽ കണ്ണീര് തൂകാതിരിക്കാൻ ആർക്ക് കഴിയും? അതാണ് സന്ദർഭം. എന്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഏതാണ്? അതായത് മകൻ മരിച്ചതിന് ശേഷം വന്ന് റേഡിയോയിലെ ബാലമണ്ഡലം കേട്ട് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അയാൾ പറയുന്നതാണ്. അതായത് തൻ്റെ ഉടുപ്പുകളൊക്കെ ഇപ്പൊ അളവ് തെറ്റിയാണ് തുന്നിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചാക്കുണ്ണി പറയുന്നതാണ്, എൻ്റെ അളവൊക്കെ, എൻ്റെ കണക്കൊക്കെ തെറ്റിയില്ലോ. ജീവിതത്തിൽ തന്നെ തനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് കൊണ്ട് കണക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ് അവൾ പറയുന്നത്. യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇത് കടൽ തീരത്ത് വെള്ളായിയപ്പന് കഴിക്കാൻ വേണ്ടി ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച പൊതിച്ചോറ് 2 ദിവസമായി കഴിക്കാതെ കയ്യിൽ വെച്ചിരുന്നിട്ട് മകന്റെ മരണവും കഴിഞ്ഞാണ് അയാളത് ഇങ്ങനെ കടൽ തീരത്തേക്ക് എറിയുന്നത്. അപ്പൊ ആ ആഹാരം കയ്യിലെടുത്തപ്പോഴാണ് അയാൾ യാത്രയിൽ ഞാനിത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു എന്ന് പറയുന്നത്. അപ്പൊ 7ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ 3 ഉണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. ഇനി
3 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. അതിൽ 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ, നളിനി തന്റെ കഷ്ടകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഔചിത്യം. ഈ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ താൻ പ്രണയിച്ചിരുന്ന ദിവാകരനെ കണ്ടെത്തിയല്ലോ, അതുകൊണ്ടാണ് കഷ്ടകാലം കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇനി ഓണമുറ്റത്തെന്ന കവിതയിൽ ഓണക്കാലത്തെ ഉഷസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കവിതയിൽ പുലരിയെ കുറിച്ച്, പ്രഭാതത്തിനെ കുറിച്ച് പറയുന്ന ആ സെന്റൻസുകൾ ഓർത്ത്, ആ വരികൾ ഓർത്ത് വേണം അത് എഴുതാൻ. അപ്പൊ അതാ പ്രഭാത വർണ്ണന ആ പാഠത്തിൽ നിന്ന് പഠിച്ചു വെക്കണം, അത് ചോദിക്കും. നദിയാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെ ഇത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയിലൂടെ ഒഴുകുന്ന തടികൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഒഴുക്കി വിടുമ്പോൾ ഏതെങ്കിലും പാറക്കെട്ടിൽ ചെന്നടിച്ച് അത് പല വഴിക്ക് പിരിക്കുന്നത് പോലെ ഒരു കുടുംബത്തിലുള്ള ആളുകൾ പല വഴിക്ക് പല സമയങ്ങളിൽ വിധിയുടെ കരങ്ങളിൽ പെട്ട് പിരിഞ്ഞു പോകുന്നതാണ് വിവരണം. അടുത്ത 9ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. അപ്പൊ നമുക്കൊരു ഉപപാഠ പുസ്തകം ഉണ്ടല്ലോ, ചട്ടമ്പി സ്വാമികൾ, അതിലെ ചോദ്യങ്ങളാണ് 3 3 മാർക്ക് വീതമാണ്. 2 ഉത്തരം എഴുതിയാൽ മതി. സന്യാസത്തിന്റെ തുടക്കത്തിൽ കുഞ്ഞൻപിള്ളയ്ക്ക് വന്ന മാറ്റം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻ സന്യാസം, കുഞ്ഞൻപിള്ളയുടെ സന്യാസ ജീവിതം വിവരിക്കുക. പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ രസകരമായ ഒരു സംഭവം, അത് ചോദിച്ചിട്ടുണ്ട്. അത് ആ പാഠഭാഗത്തിലെ നിന്ന് കണ്ടെത്തി എഴുതുക. സ്വാമികൾ ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചതിനും ബാലാഹ്വൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിനും കാരണമായതെന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നിങ്ങളുടെ ഉപപാഠ പുസ്തകത്തിലുണ്ട്. അത് കൃത്യമായി ഉപപാഠ പുസ്തകത്തിലെ ആദ്യത്തെ 9 ചാപ്റ്ററാണ് ഉള്ളത്. ആ 9 ചാപ്റ്റർ നന്നായി വായിച്ചു വയ്ക്കുക. ടീച്ചർ 9 ചാപ്റ്ററിന്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീഡിയോ ഓൺ ചെയ്യുക, കയ്യിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ വയ്ക്കുക, അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ വളരെ വിശദമായ വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വരിയുടെ വാക്കിന്റെ അർത്ഥം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക്, അതായത് 10ാം ക്ലാസ്സിലെ CBSE കുട്ടികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.